അനക്ക് എന്ത് തേങ്ങ അറിയാം? എന്റെ ഒരു ആട്ടുകൂട്ടിനല്ലേ പുലി പിടിച്ചോണ്ടായത്. നിങ്ങളെന്ന് അടങ്ങി വീരാക്ക, ഞാൻ പറയണമെന്ന് കേക്ക്. നിങ്ങള് ഇജ്ജ് പറയണ മാത്രം കേൾക്കാൻ എന്താ ഇജ്ജ് റേഡിയനെ? വേട്ടക്കാരനെ കൊണ്ടല്ല നടക്കണ കാര്യല്ല വീരാക്ക. ഞാൻ അയാളവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ കൊണ്ടുവരും. വെടിക്കാരൻ സത്യനെ ഇങ്ങള് പറയണ റേഞ്ചിലൊന്നല്ല, മൂപ്പരൊക്കെ ഒരുപാട് മുകളിലാ. അതറിയാം നിങ്ങക്ക്? ഓൻ ഏത് കൊമ്പത്താണെങ്കിലും ഈ വീരാ വിളിച്ച വരും. ഓന്റെ ഫേസ്ബുക്കിന്റെ ഫ്രണ്ടാ. ഇങ്ങക്കും ഫേസ്ബുക്കോ? ഫേസ്ബുക്ക് മാത്രല്ല, എനിക്ക് ഇൻസ്റ്റന്റെ പവനും ഉണ്ട്. പവനോ? അല്ലടാ, ഗ്രാമ്, ഇൻസ്റ്റാഗ്രാമേ. ചോനെ നിങ്ങക്ക് ആരാ സത്യേട്ടാ? വേണ്ട വേണ്ട വേണ്ടട്ടാ, ഞാൻ അങ്ങോട്ട് വരാം. അവിടെ നോളി. അയ്യ എവിടുത്തെ അത്ര ചിഞ്ചലിനാനെ ഇതാണെന്നോ? ഞാൻ മൂപ്പരി കൊണ്ട് ഇങ്ങോട്ട് വരാം. ഇയാളല്ലേ ഇവിടെ എത്തിക്കണേന്ന് പറഞ്ഞത്. ആ സത്യേട്ടാ, ഞാനിവിടെ ഉണ്ട് വീരാനെ. എവിടെ പറഞ്ഞ സ്ഥലം? ഈ മരീക്കൾ കേറിയാ മതി. എന്നാ പോലെ എപ്പോ പോണം പോലെ. അല്ലാ വരുന്നുണ്ട്. വീരാക്ക പറഞ്ഞ ശരിയാട്ടോ, വരുന്നുണ്ട്. അല്ലാ തോക്കൊക്കെ ഉണ്ടല്ലോ. ഇവിടെയാണല്ലേ ഞാൻ ആക്കി പോയതിന്. ഇക്രോ എവിടേക്ക് ഈ ചെങ്ങായി പോയി? ഇക്രോ ഇക്രോ. വീരാക്ക ഞാനിവിടെ ഉണ്ട്. ഈ മൂപ്പരെ കണ്ടപ്പോളേ ഇച്ചൊരു ധൈര്യം ഇങ്ങനെ കേറി. എടോ അത് ടൂട്ടുവാണോടോ, ചത്തുപോകുന്നേ. മാറിക്ക് സത്യേട്ടാ. ഈ കാട്ടില് മുയലുണ്ട്, പിന്നെ മാനുണ്ട്, പന്നൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതൊന്നും അല്ല, അത് നമുക്ക് പിന്നെ കുടിച്ചാം. ഇന്റെ ആടും കുട്ടീനെ കൊണ്ടുപോയ പുലിനെ കിട്ടിയാൽ ഓനൊരു വേണ്ടി. അത് ഞാനേറ്റു, കണ്ടാ മതി. സത്യേട്ടാ, നിങ്ങൾ ആരാന്നില്ല ഇവനൊന്ന് പറഞ്ഞു കൊടുത്താണ്. അതൊക്കെ എന്ത് പറയാന്, അതൊക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ നിറയെ കിടക്കുകയല്ലേ. ഇതൊക്കെ അതിനൊരു കാടാണ്. ഇത് എവിടെ കാട്? നമ്മൾ നാടുകൾ പാലക്കാട് പോയി മലമ്പുഴ കണ്ടിക്കണം. നീയൊക്കെ മലമ്പുഴ എൻ്റെ വീടിൻ്റെ അടുത്ത് വന്നു കണ്ട് പൂലി വെള്ളം കുടിച്ച് പോകല്ലേ ദിവസം. ആടുക്കളുടെ അവിടെ വെക്കണ വെള്ളമൊക്കെ പൂലി കുടിച്ച് പോകും. ഇതൊക്കെ ഫേസ്ബുക്കിൽ ഇത് നോക്ക്. മുതലിന് തോളിലിട്ട് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് ഇതിനകത്ത്. അറിയാം നീ? വേറൊരു കാര്യം കേൾക്കണം നിനക്ക്. ഇന്നലെ ആളിയാൻ വന്നപ്പോൾ അവന് ഡാമിക്ക് മീൻ പിടിക്കാൻ പോകണമെന്ന് പറഞ്ഞു. ഞാനും അവനും കൂടി ഒരു വാളെടുത്തിട്ട് പോയി ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഇത്ര പോകുന്നവർ ഇതാ ഈ മരത്തിൻ്റെ അത്ര വലിപ്പമുള്ള ഒരു ബ്രാലിങ്ങനെ നിൽക്കുകയാണ്. അത് ഞാൻ വാളെടുത്ത് ഇങ്ങോട്ട് അപ്പം അതേമാതിരി വേറൊരു ബ്രാലും കൂടി നിൽക്കുന്നുണ്ട്. നമ്മളെ മാതിരി നിങ്ങളെ പോയതിന് തോട്ടത്തെ മാതിരി മണ്ട കരുതലല്ലേ ഇത്. ഇത്ര വലിയ ബ്രാല നിൽക്കുന്നത്, ഹെലികോപ്റ്റർ നിൽക്കണ മാതിരി ഇങ്ങനെ നിൽക്കുക. ഞാൻ എന്താ ചെയ്യുക? ഒന്നിനെ വെട്ടിയാൽ മാറ്റത് പോകും. ഞാൻ മെല്ലെ വാളിൻ്റെ തലോണ്ട് ഇങ്ങോട്ട് അടുപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോയിട്ട് രണ്ടിന് കൂടി കൂട്ടിയിട്ട് ഒരു ഒറ്റ വെട്ട രണ്ടും ഇതാ കിടക്കണം. അല്ല സത്യേട്ടാ, ഒരു വെട്ടിന് ഈ 2 മീനും ഇങ്ങനെ മുറിഞ്ഞോ? എടാ അതിനല്ലേ നമ്മൾ വാളേറ്റും ഇങ്ങോട്ട് രണ്ടിനെ കൂടി അടുപ്പിച്ച് നിർത്തിയത്. അതിനിപ്പോൾ ഞാനിപ്പോൾ ആരോടത് ഞാനിത് പറയുന്നത്? വീരാക്ക ഇത് കജ്ജിന്ന് പോയിട്ട് പുള്ളി തള്ളി മറിച്ചാണേ. നേരം അല്ലെങ്കിൽ ഒരു വെട്ടിന് 2 വ്യാലിച്ചാകുമോ? അല്ല എന്താകണം നോക്കുക. സത്യേട്ടാ അതാ പോണം. അതാ സത്യേട്ടാ മണ്ടക
നിക്കടോ, ഇത് ഫേസ്ബുക്കിൽ ഇടണ്ടേ, ഒരു ഫോട്ടോ എടുക്ക, സെൽഫി എടുക്കട്ടെ. നമ്മൾ പിടിച്ച മാനാണെന്ന് അറിയണ്ടേ. എന്ത് ഇത്? ഈരാക്ക അത് പോയിട്ടോ. അത് പോയോ? മാനല്ലേ, അതറ്റ അവിടെ നിൽക്കുവോ? ഇനി നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം. അല്ല സത്യേട്ട, ഇവിടെ റെസ്റ്റ് എടുക്കുക, ഞങ്ങൾക്ക് പില്ലിനെ പിടിക്കണ്ടേ? ഇതൊക്കെ നമ്മുടെ ഒരു അടവല്ലേ. വേട്ട അവസാനിപ്പിച്ചു എന്ന് വേട്ടമൃഗത്തിനെ തോന്നിപ്പിക്കുന്നതാണ് ഒരു വേട്ടക്കാരൻ്റെ യുക്തി. അത് മനസ്സിലായോ? അത് അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. നമുക്ക് അതിനെ പോയിട്ട് പിടിക്കണം. നീ അവിടെ കുറച്ച് നേരം ഇരി. പരിപാടികളെ ഉഷാറാക്കണം. നമ്മള് ആളുകളൊക്കെ എല്ലാവരും വിളിക്കണം. അല്ല, ഏകദേശം ഇപ്പോ എത്ര ആളുണ്ടാവും ഇപ്പൊ നമ്മളെ പരിപാടി? നമ്മളിപ്പോൾ ഏകദേശം ഒരു 550-600 ആളുണ്ടാവും. പോയിട്ടില്ല അവിടെ. ഏതിലും ഒന്നിനെ കൊള്ളാക്കുര കണ്ടം. ഞാനെന്താ സത്യേട്ട മനുഷ്യന്റെ ഒച്ച ഉണ്ടാക്കണേ? അത് മനുഷ്യനാണെന്നാ തോന്നുന്നത്. പെട്ടു സത്യേട്ടാ, പെട്ടു. ഇത് നിങ്ങളെ പോലീസ് പിടിച്ചു. എന്നെ പിടിച്ച നിങ്ങളെയും പിടിപ്പിക്കും ഞാൻ. എടോ, ഇതുകൊണ്ടൊന്നും മനുഷ്യൻ ചാവൂലോടൂ. എരിയും പോയി നോക്കാം. എവിടെ കൊണ്ടത്? ആ പണ്ടാറടങ്ങാൻ മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞു. ഒന്നും പറ്റിയിട്ടില്ല. ഞങ്ങളൊരു പ്രധാന കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ. അതിന് എന്ത് കാര്യത്തിനാ നിങ്ങൾ ഈ കാട് കൂടെ പോണത്? ഇത് അത്ര വലിയ കാടൊന്നല്ല. ഞങ്ങളെ നാട്ടിൽ നിന്ന് അപ്പുറത്തേക്കുള്ള ഒരു ഷോട്ടാണത്. അല്ല, എന്ത് കാര്യത്തിനാണ് നിങ്ങളിപ്പോ പോണത്? നിങ്ങളിവിടുത്തെ ക്ലബിന്റെ ഭാരവാഹികളാണ്. ഞങ്ങൾക്കൊരു സമൂഹ നോമ്പ് തുറവുണ്ട്. അപ്പൊ അതിനെ അപ്പുറത്തെ നാട്ടിലേക്ക് ഒരു കാറ്ററിംഗുകാരനെ നോക്കാൻ വേണ്ടി പോവുകയാണ്. കാറ്ററിംഗോ? നിങ്ങൾ കാറ്ററിംഗുകാരെ നോക്കിയാ നടക്കണേ? അപ്പൊ ഞമ്മളെ നാട്ടിലുള്ള ഈ ബമ്പം പരിപാടി നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? നല്ല മനുഷ്യന്മാരല്ലേ നിങ്ങൾ കേട്ടോ. ഞമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടോ? എന്നാ പോന്നാച്ച് നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. ഇത് കൊല്ലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു പരിപാടിയാ. ഇപ്പൊ അത് ഗംഭീര പരിപാടിയാക്കിക്കണേ. ഭാഗങ്ങള് ഞാൻ കാട്ടിത്തരാം. അപ്പൊ ചങ്കാള, നമ്മളിപ്പോൾ ഉള്ളത് ആലിക്കോടിന്റെയും പാലക്കോടിന്റെയും രവിമംഗലത്തിന്റെയും സെന്ററായി വരുന്ന നമ്മുടെ ചുള്ളിയിലാണ്. ഫുഡ് പാർക്കിന്റെ പുതിയ വലിയ കിച്ചൺ ഓപ്പൺ ആയിട്ടുള്ളത്. വിവാഹം, സൽക്കാരം, ഹൗസ് വാമിംഗ്, ഇവന്റുകൾ ഏതുമാവട്ടെ, നിങ്ങളുടെ ആഘോഷ നിമിഷങ്ങൾ രുചിയുള്ളതാക്കാൻ രുചിയിൽ വിട്ടുവീഴ്ചയില്ലാത്ത 31 വർഷത്തെ പാരമ്പര്യവുമായി ഫുഡ് പാർക്ക് കിച്ചൺ ഇനി ചുള്ളിയിലും. ആദ്യം നമുക്ക് ബിരിയാണിൻ്റെ ഒരു കഥ എന്നോട് പറയാം. ഇത് ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ഫിഷ് ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി തുടങ്ങിയിട്ട് ഒരു 15ഓളം ബിരിയാണികളുടെ നിര തന്നെ ഉണ്ട്. പിന്നെ ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്, മട്ടൻ ഫ്രൈഡ് റൈസ്, ബീഫ് ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തുടങ്ങിയിട്ട് അങ്ങനെ വേറെ അൽഫാമും അതേപോലെ തന്നെ ചിക്കൻ കൊണ്ടാട്ടവും ബീഫ് കൊണ്ടാട്ടവും തുടങ്ങിയിട്ട് 65ഓളം ഐറ്റംസുകൾ വേറെ ഉണ്ട്. ഇതാ മക്കളെ, ഈ ഒരു നമ്പർ കൂടെ വിളിച്ചോളി. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ലൊക്കേഷൻ മറക്കണ്ട, വണ്ടൂർ ചെറുകോട് ചുള്ളിയിൽ. ഫോൺ നമ്പർ 99 61 98 16 10.